വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് ഡയറക്ടേഴ്സിൽ ഉപ്പുമുളകിൽ ഇപ്പോൾ കറൻ്റ്ലി ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജേഷ് ഏട്ടനും ഇതിന് മുമ്പ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഉണ്ണി സാറും, ഇവർ രണ്ടുപേരുടെയും എപ്പിസോഡിൻ്റെ ഒരു കമ്പാരിസനും ഇവർ രണ്ടുപേരിൽ ആരാണ് ബെസ്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ അധികം കമൻറ്റ് വന്നതും രാജേഷ് ഏട്ടൻ മതി എന്ന രീതിക്ക് തന്നെയാണ്. എല്ലാവരുടെയും അഭിപ്രായം ഏകദേശം അത് തന്നെയായിരുന്നു. കുറച്ച് പേര് ഉണ്ണി സാറിനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്ന് നമ്മളും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി പുതിയൊരു പ്രോമോ വന്നത്. ആ ഒരു പ്രോമോയിൽ പടവലം വീടിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കണ്ടൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച വരാൻ പോകുന്ന എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം പടവലം എപ്പിസോഡാണ് എന്നുള്ളത്. അതായത് പാറമട വീട്ടിൽ നിന്ന് ഒരു ഔട്ട്ഡോർ ഷൂട്ട് ആദ്യമായിട്ട് ഉപ്പുമുളകിൽ രാജേഷ് ഏട്ടൻ വന്നതിന് ശേഷം വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയും ഒരു കമ്പാരിസനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതായത് ഇതിന് മുമ്പ് രാജേഷ് ഏട്ടൻ ഉപ്പുമുളകിൽ പടവലം വീടോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര വീടോ അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ ഷൂട്ടൊന്നും പോയിട്ട് അധികം ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഉണ്ണി സാറ് കുറേ എപ്പിസോഡുകൾ സീസൺ 1 സീസൺ 2 സീസൺ 1 കുറേ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. സീസൺ 2 ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ണി സാറ് ഡയറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതേമാതിരി ഔട്ട്ഡോർ ഷൂട്ട് പടവലം നെയ്യാറ്റിൻകരയൊക്കെ പോയിട്ട്, അപ്പോൾ ആ ഒരു എപ്പിസോഡിൻ്റെ നിലവാരത്തിലേക്ക് ഈ രാജേഷ് ഏട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന എപ്പിസോഡ് വരുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കമ്പാരിസനുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഉണ്ണി സാറിൻ്റെ ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡുകളൊക്കെ അടിപൊളിയായിരിക്കും എന്നുള്ളത്. സ്പെഷ്യൽ എപ്പിസോഡ് അല്ലെങ്കിലും നോർമലായിട്ട് സീസൺ 1 കുറേ പടവലും നെയ്യാറ്റിൻകരയൊക്കെ എപ്പിസോഡ് പോയിട്ടുണ്ടെങ്കിലും അതും അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ്. ഒന്നും കുറ്റം പറയാനില്ലാത്ത എപ്പിസോഡുകൾ തന്നെയാണ്. ആദ്യം തന്നെ പടവലം പോകുന്ന പോലത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതും പടവലത്തിൻ്റെ ഫുൾ ജോഗ്രഫിയും ഫുൾ എല്ലാം കാണിച്ചു തന്നിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് അടിപൊളി കണ്ടൻറ്റുകളൊക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ട് അടിപൊളി പാക്കേജായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സീസണിലെ പടവലം എപ്പിസോഡുകളൊക്കെ. അതിനുശേഷം നെയ്യാറ്റിൻകരത്തെ എപ്പിസോഡ് എടുത്താലും നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്നത് പോലത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, 990 എപ്പിസോഡ്. അതിനുശേഷം 2-3 എപ്പിസോഡ് അവിടെ പോയിട്ട് സ്റ്റേ അടിച്ചിട്ട് അവിടെ അവരെല്ലാവരും എൻജോയ് ചെയ്യുന്നത് പോലെയൊക്കെയുള്ള ഒരു എപ്പിസോഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതും അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടിൽ ഉണ്ണി സാർ എപ്പോഴും അടിപൊളി എപ്പിസോഡുകൾ നമുക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ രാജേഷ് ചേട്ടൻ്റെ ഒരു ഔട്ട്ഡോർ എപ്പിസോഡ് അധികം കണ്ടിട്ടില്ല. അതായത് ഉപ്പുമുളകിൽ കണ്ടിട്ടില്ല. ആകെയുള്ള വന്നൊരു ഔട്ട്ഡോർ ഷൂട്ട് ഏതാണെന്ന് വെച്ചാൽ അത് ഒരു വണ്ടർല പ്രൊമോഷണൽ എപ്പിസോഡായിരുന്നു. അതൊരു പ്രൊമോഷണൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അത് അത്രത്തോളം സ്റ്റോറിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അതിലാകെ ഇവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് ഉപ്പുമുളകും ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പടവലം എപ്പിസോഡ് വരികയാണെങ്കിൽ അതിൽ ക്യാരക്ടേഴ്സ് കൂടും. അപ്പോൾ അവർക്കുള്ള സ്ക്രീൻ സ്പേസ് ഒക്കെ രാജേഷ് ചേട്ടൻ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോവുക എന്നുള്ളത് കാണാൻ തന്നെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പും രാജേഷ് ചേട്ടൻ വന്ന ശേഷം എല്ലാവരും ആർട്ടിസ്റ്റുകൾ കൂടുമ്പോഴൊക്കെ അവർക്കൊക്കെ പക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ ടൈമിംഗ് കൊടുത്തിട്ട് അവരെയൊക്കെ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെയാണ് ആ ഒരു പടവലം എപ്പിസോഡും കാണാൻ പോകുന്നത്. ഏതായാലും ഉണ്ണി സാറിൻ്റെ അതേ നിലവാരത്തിലേക്കുള്ള ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ അതിൽ ഒരുപടി മേലെയുള്ള എപ്പിസോഡുകൾ നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പടവലം എപ്പിസോഡും കഴിഞ്ഞ പടവലം എപ്പിസോഡുകളൊക്കെ വെച്ചാൽ അതായത് ഉണ്ണി സാറ് ഡയറക്റ്റ് ചെയ്ത പടവലം എപ്പിസോഡുകളും അതിൻ്റെ ഒരു നിലവാരത്തിലില്ലെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടി അപ്പുറത്തുള്ള എപ്പിസോഡുകൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എപ്പിസോഡുകളാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.